ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കൻ. അതിനാദ്യമായിട്ട് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. ഒരു 5 മുട്ട എടുത്തിന്, 6 കിലോ ചിക്കൻ ഉണ്ട്. 5 മുട്ട എടുത്തിന്, തൈര്, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം വന്നിട്ട് നന്നായിട്ട് മിക്സാക്കാം. ആവശ്യത്തിന് ഉപ്പ്, ക്യാപ്സിക്ക, ഉള്ളി ക്യൂബായിട്ട് കട്ടാക്കിയത് ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അത് ഇത് മാഗ്നേറ്റ് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് വെക്കൽ മുളക്, നമ്മൾ കുറേ 40 ആളെ പരിപാടിയാണ്. ഇതൊന്ന് ആദ്യം ഫ്രൈ ആക്കിയിട്ട് അത് എത്ര ഫ്രൈ ആക്കി എടുത്താൽ ചിക്കൻ ഫ്രൈ ആക്കാൻ തുടങ്ങി. ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എണ്ണ എടുത്ത് അതിലേക്ക് നല്ല കട്ട് ചെയ്ത ഓണിയിടാം. ഓണിട്ട് നല്ല ഫ്രൈ ആക്കാം. ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്. ഉള്ളി ഫ്രൈ ആയി, തക്കാളി ഇടാം. തക്കാളി കട്ടാക്കി റെഡിയാക്കി വെച്ചത് കൊണ്ട് തക്കാളി ഇട്ട് നല്ലതായിട്ടൊന്ന് ജ്യൂസി ആയിട്ട് മസാല. ജിഞ്ചർ ഗാർലിക്, പച്ചമുളക്, ഗ്രീൻ ചില്ലി, മല്ലിപ്പൊടി, കാശ്മീർ ചില്ലി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം 2 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂണ്, കസ്തൂരി മെത്തി 2 സ്പൂണ്, പെരുംജീരകം 2 സ്പൂണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ പിന്നെ കുറച്ച് ലൂസ് ഗ്രേവിയാണ്, കുറേ ആൾക്കുണ്ട്, അതുകൊണ്ട് ലൂസാണ് ഗ്രേവി. കുറച്ച് നല്ല തിളച്ച് വന്ന് ഫ്രൈ ആക്കിയ ചിക്കൻ ഇടാം. ഫ്രൈ ആക്കിയ ചിക്കൻ പിന്നെ കുറച്ച് പാൽ വയ്ക്കാം. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് പാൽ വയ്ക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാൽ വയ്ക്കും. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായ ഇതാണ് കടായി മസാല. മുളക്, മല്ലി, ഇടിമല്ലി, മുളക് എല്ലാം ഫ്രൈ ആക്കി ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിയാക്കിയത്. പക്ഷെ നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇവിടെ ദുബൈ ആയതുകൊണ്ട് നല്ല സാധനം കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കടായി മസാല, ഏതാ ഒറിജിനൽ. ഇതാണ് ലാസ്റ്റ് ഒന്ന് ഇടേണ്ടത്. ഇതിട്ടെങ്കിലേ കടായി ആവും. ലാസ്റ്റ് ഗാർണിഷ് ബട്ടർ മുളക്, ക്യാപ്സിക്ക, ഉള്ളി ഫ്രൈ ആക്കിയത്, ക്യൂബായിട്ട് കട്ടാക്കി ഫ്രൈ ആക്കിയതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ കടായി ചിക്കൻ റെഡി. അടിപൊളി. ബിസ്മില്ലാഹ്. നല്ല അടിപൊളി കടായി ചിക്കൻ റെഡി.